ഹായ് ഫ്രണ്ട്സ്, D4 ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് എന്നത്തെയും പോലെ ഒരുപാട് പെറ്റ്സുകൾ സെയിലിൽ വന്നിട്ടുണ്ട്. ആ വീഡിയോ എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്കിന്ന് ആദ്യമായിട്ട് പെറ്റ്സ് വന്നിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ്. നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള റോഡ് വീലറിൻ്റെ പപ്പീസാണ് വന്നിരിക്കുന്നത്. ഫാദർ വന്നിരിക്കുന്നത് ഇന്ത്യൻ ചാമ്പ്യനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് തിരുവനന്തപുരമാണ്. 2 ഫീമെയിൽ പപ്പിയും ഒരു മെയിൽ പപ്പിയാണ് ഉള്ളത്. നല്ല അടിപൊളി പപ്പീസാണ് വന്നിരിക്കുന്നത്. പേരൻസിൻ്റെ വീഡിയോ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പേരൻസിനെ കാണുമ്പോൾ തന്നെ അറിയാം നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ളതാണ്. ഫാദർ വന്നിരിക്കുന്നത് ഇന്ത്യൻ ചാമ്പ്യനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു പപ്പിയുടെ റേറ്റ് വരുന്നത് 12,000 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ചോദിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. അപ്പോൾ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള റോഡ് വീലറിനൊക്കെ അന്വേഷിക്കുന്നവർക്ക് എടുക്കാവുന്നതാണ്. 12,000 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് വരുന്നത്. 2 ഫീമെയിൽ പപ്പിയുണ്ട്, ഒരു മെയിൽ പപ്പിയുണ്ട്. അപ്പോൾ നല്ല ഹെഡ് സൈസും ബോൺ സൈസും ഉള്ള പേരൻസാണ് വന്നിരിക്കുന്നത്. അതേപോലെ പപ്പീസും നല്ല ഹെഡ് സൈസും ബോൺ സൈസുള്ള പപ്പീസാണ് വന്നിരിക്കുന്നത്. 12,000 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് വരുന്നത്. ഫീമെയിൽ ആൻഡ് മെയിൽ പപ്പീസ് അവൈലബിൾ. അടുത്തായിട്ട് നമുക്ക് സെയിലിൽ വന്നിരിക്കുന്നത് പ്രാവുകളാണ് സെയിലിൽ വന്നിരിക്കുന്നത്. കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ആദ്യത്തെ സെക്ഷനിൽ വരുന്നത് 5 ക്രോസ് ബേഡുകളാണ് സെയിലിൽ വന്നിരിക്കുന്നത്. ഇത് 2 ക്രോസ് ബേഡും അതേപോലെ തന്നെ വേറൊരു 3 കൂടി ഉണ്ട്. 5 ക്രോസ് ബേഡ് കൂടി 1000 രൂപയാണ് ചോദിക്കുന്നത്. ഇതാണ് അത്യാവശ്യം ബൂട്ടൊക്കെ ഉള്ള ക്രോസ് ബേഡുകളാണ് വന്നിരിക്കുന്നത്. മൊത്തം 5 ക്രോസ് ബേഡുകൾ 1000 രൂപ. അതേപോലെ തന്നെ പറവയാണ് വന്നിരിക്കുന്നത്. ഇത് 2 ഒരു ജോഡി പറവയാണ് വന്നിരിക്കുന്നത്. 8 മണിക്കൂർ പറക്കുന്ന പറവയാണ്. ഇതിന് പീസ് റേറ്റ് 1000 രൂപയാണ് ചോദിക്കുന്നത്. പെയറിന് 2000 രൂപ പറവയ്ക്ക് ചോദിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് സെയിലിൽ വന്നിരിക്കുന്നത് 2 ആടുകളാണ് സെയിലിൽ വന്നിരിക്കുന്നത്. ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് വൈക്കം ബ്രഹ്മമംഗലാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഷിരോഹിക്ക് ചോദിക്കുന്ന റേറ്റ് 13,750 രൂപയാണ് ചോദിക്കുന്നത്. 13,750 രൂപ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കും 13,750 രൂപയാണ് ഷിരോഹിയുടെ റേറ്റ് വരുന്നത്. അതേപോലെ തന്നെ ഹൈദരാബാദി ബീറ്റലിൻ്റെ റേറ്റ് വരുന്നത് 14,750 രൂപയാണ് റേറ്റ് വരുന്നത് ഹൈദരാബാദി ബീറ്റൽ. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് വൈക്കം ബ്രഹ്മമംഗലാണ് വന്നിരിക്കുന്നത്. ഇതിനൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡയറക്റ്റ് ബ്രീഡറായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തായിട്ട് നമുക്ക് സെയിലിൽ വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ പള്ളൂർത്തി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നാടൻ പ്രാവുകളാണ് സെയിലിൽ വന്നിരിക്കുന്നത്. ഒരു പ്രാവിന് ചോദിക്കുന്നത് 90 രൂപയാണ് ഒരു പ്രാവിൻ്റെ റേറ്റ് വരുന്നുള്ളൂ. ഒക്കെ ബ്രീഡിംഗ് പേഴ്സാണ് വന്നിരിക്കുന്നത്. ഒരു പ്രാവിന് 90 രൂപയാണ് ചോദിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ഇല്ല. ഡയറക്റ്റ് ലൊക്കേഷൻ പോയി എടുക്കണം. ലൊക്കേഷൻ വന്നിരിക്കുന്നത് പള്ളൂർത്തിയാണ് ലൊക്കേഷൻ. ബ്രീഡിംഗ് പെയറുകൾ ആണ് കൊടുക്കാനുള്ളത്. 90 രൂപയാണ് ഒരു പ്രാവിൻ്റെ റേറ്റ് വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡയറക്റ്റ് ബ്രീഡറായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തായിട്ട് നമുക്ക് സെയിലിൽ വന്നിരിക്കുന്നത് ഡാഷ് ഹണ്ടിൻ്റെ ഫീമെയിലാണ് വന്നിരിക്കുന്നത്. 9 മാസമാണ് പ്രായമായിരിക്കുന്നത്. ലൊക്കേഷൻ വന്നിരിക്കുന്നത് മലപ്പുറമാണ്. ഇതിന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 3000 രൂപയാണ് ചോദിക്കുന്നത്. ഡാഷ് ഹണ്ടിൻ്റെ സെമി അഡൽട്ടാണ് വന്നിരിക്കുന്നത്. 9 മാസം പ്രായമായ ഫീമെയിലാണ്. 3000 രൂപയാണ് ചോദിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ആരെങ്കിലും ഇതിനടുത്ത് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ബ്രീഡേഴ്സിനൊക്കെ നമ്പർ വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് സെയിലിൽ വന്നിരിക്കുന്നത് ഡാഷ് ഹാൻഡിൻ്റെ ഫീമെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത്. 3 മാസം പ്രായമായത്. കോട്ടയം കറുകച്ചാലാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. 2000 രൂപയാണ് ഈ പപ്പിയുടെ റേറ്റ് വരുന്നത്. ഫീമെയിൽ പപ്പി 3 മാസം പ്രായമായത്. കോട്ടയമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഡാഷ് ഹണ്ടിൻ്റെ പപ്പിയാണ് വന്നിരിക്കുന്നത്. എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരെ വിളിക്കാവുന്നതാണ്. അടുത്തായിട്ട് നമുക്ക് സെയിലിൽ വന്നിരിക്കുന്നത് പേർഷ്യൻ ക്യാറ്റ് ഡോൾ ഫേസിൻ്റെ ഒരു ഫീമെയിൽ ക്യാറ്റാണ് സെയിലിൽ വന്നിരിക്കുന്നത്. ഓൺ ഹീറ്റാണ്. ഇപ്പോൾ ലൊക്കേഷൻ വന്നിരിക്കുന്നത് തിരുവനന്തപുരമാണ്. ഇതിന് ചോദിക്കുന്ന റേറ്റ് 6000 രൂപയാണ് ചോദിക്കുന്നത്. ഇതിൻ്റെ പ്രായം വന്നിരിക്കുന്നത് 1.5 വയസ്സാണ് പ്രായം വന്നിരിക്കുന്നത്. ഓൺ ഹീറ്റിലുള്ള
ഡോൾ ഫേസിൻ്റെ ഫീമെയിൽ കാറ്റാണ് കൊടുക്കാനുള്ളത്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. 6000 രൂപയാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ്. അടുത്തായിട്ട് നമുക്ക് സെയിലിൽ വന്നിരിക്കുന്നത് പേർഷ്യൻ കാറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഡോൾ ഫേസ് ഫീമെയിൽ. ഇതിൻ്റെ പ്രായം വന്നിരിക്കുന്നത് 4 മാസമാണ് പ്രായം വന്നിരിക്കുന്നത്. ലൊക്കേഷൻ വന്നിരിക്കുന്നത് മലപ്പുറമാണ്. ഇതിന് ചോദിക്കുന്ന റേറ്റ് 4500 രൂപയാണ് ഈ കാറ്റിൻ്റെ റേറ്റ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് മലപ്പുറമാണ്. പ്രായം 4 മാസം പ്രായമായിട്ടുള്ളൂ. ഫീമെയിലാണ്. അപ്പോൾ ഇതിന് എടുക്കാൻ താല്പര്യമുള്ളവർ ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ലൊക്കേഷൻ മലപ്പുറമാണ്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. അപ്പോൾ ഇന്ന് ഒരുപാട് പെറ്റ്സ് നമുക്ക് സെയിലിന് വന്നിട്ടുണ്ട്. ആ വീഡിയോ എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. 9ാമതായിട്ട് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് കോക്ടെയിൽസ് ആണ് സെയിലിന് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് തിരുവനന്തപുരമാണ്. ലൊക്കേഷൻ വന്നിരിക്കുന്നത് 3 കോക്ടെയിൽസാണ് കൊടുക്കാനുള്ളത്. ലുട്ടിനോ കോക്ടെയിൽസ് ആണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ പ്രായം വന്നിരിക്കുന്നത് 3 മാസമാണ് പ്രായമായിട്ടുള്ളൂ. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ റേറ്റ് വരുന്നത് 1500 രൂപയാണ് ഒരെണ്ണത്തിൻ്റെ റേറ്റ് ചോദിക്കുന്നത്. ലുട്ടിനോ കോക്ടെയിൽസ് 3 മാസം പ്രായമായത്. ലൊക്കേഷൻ വന്നിട്ട് തിരുവനന്തപുരമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് 3 ഒരുമിച്ച് എടുക്കാൻ താല്പര്യം അങ്ങനെ എടുക്കാവുന്നതാണ്. നമുക്ക് വീഡിയോസ് അയക്കുമ്പോൾ ഇതേപോലെ അയക്കരുത്. മൊബൈൽ വട്ടത്തിൽ പിടിച്ചിട്ടുള്ള വീഡിയോസ് അയക്കാൻ ശ്രമിക്കുക. 10ാമത് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് ഗോൾഡൻ റിട്രീവറിൻ്റെ മെയിൽ ഡോഗാണ് വന്നിരിക്കുന്നത്. സെമി അഡൾട്ടാണ്. 9 മാസമാണ് പ്രായമായിട്ടുള്ളൂ. ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടിയാണ് ലൊക്കേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഈ ഡോഗിൻ്റെ റേറ്റ് വരുന്നത് 25,000 രൂപയാണ് ചോദിക്കുന്നത്. വിത്ത് KCI ഉള്ള ഗോൾഡൻ റിട്രീവറിൻ്റെ മെയിൽ ഡോഗാണ് വന്നിരിക്കുന്നത്. 9 മാസം പ്രായം. ലൊക്കേഷൻ ചാലക്കുടിയാണ്. അപ്പോൾ ഇതിനെ എടുക്കാൻ താല്പര്യമുള്ളവർ ഡയറക്റ്റ് ബ്രീഡറായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ബ്രീഡേഴ്സിൻ്റെയൊക്കെ നമ്പർ സീരിയൽ നമ്പർ അടിസ്ഥാനത്തിൽ വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് ഒരുപാട് പേർഷ്യൻ കാറ്റിൻ്റെ കിറ്റൺസ് സെയിലിന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയിൽ പുത്തനത്താണിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. 2.5 മാസമായ കിറ്റൺസ് ഉണ്ട്. അതുപോലെ 3 മാസമായതുണ്ട്, 4 മാസമായതുണ്ട്. അപ്പോൾ ഒരു കിറ്റൻ്റെ റേറ്റ് വരുന്നത് 4000 രൂപയാണ് ഒരു കിറ്റൻ്റെ റേറ്റ് ചോദിക്കുന്നത്. ബൾക്കായിട്ട് എടുക്കണമെങ്കിൽ റേറ്റ് അഡ്ജസ്റ്റബിൾ ആണ്. ഒരുപാട് കിറ്റൻസ് ഇവിടെ കൊടുക്കാനുണ്ട് പല പ്രായത്തിലുള്ളത്. ഒട്ടുമിക്കതും ടോയ്ലറ്റ് ട്രെയിനഡാണ്. അപ്പോൾ നിങ്ങൾക്ക് പേർഷ്യൻ കാറ്റിൻ്റെ കിറ്റൻസ് ഒക്കെ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവിടുന്ന് ഡയറക്റ്റായിട്ട് എടുക്കാവുന്നതാണ്. ഒരുപാട് കിറ്റൻസ് ഇവിടെ അവൈലബിൾ ആണ് പല കളറിലുള്ളത്. 2.5 മാസമായതുണ്ട്, 3 മാസം, അതേപോലെ 4 മാസം, അതേപോലെ ടോയ്ലറ്റ് ട്രെയിനഡൊക്കെ ആയിട്ടുള്ള കിറ്റൻസാണ് ഇവിടെ സെയിലിന് വന്നിരിക്കുന്നത്. മെയിൽസും ഉണ്ട്, ഫീമെയിൽസും കൊടുക്കാനുണ്ട്. ബൾക്കായിട്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ബൾക്കായിട്ട് എടുക്കുമ്പോൾ റേറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. നല്ല ഹെയർ ക്വാളിറ്റിയുള്ള കിറ്റൻസാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും കിറ്റണൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് എടുക്കാൻ താല്പര്യമെന്ന് വെച്ചാൽ ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. റേറ്റും കാര്യങ്ങളൊക്കെ 4000 രൂപയാണ് റേറ്റ് ചോദിക്കുന്നത്. നല്ല ആക്റ്റീവായിട്ടുള്ള കിറ്റൺസാണ് വന്നിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് സെയിലിൽ വന്നിരിക്കുന്നത് ഗർബിൽസും ഹാംസ്റ്റേഴ്സാണ് സെയിലിൽ വന്നിട്ടുള്ളത്. ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടിക്ക് അടുത്ത് പോട്ടയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഗർബിൽസിന് 700 രൂപയും ഹാംസ്റ്റേഴ്സിന് 500 രൂപയാണ് പീസ് റേറ്റ് വരുന്നത്. അപ്പോൾ ഇതിന് എടുക്കാൻ താല്പര്യമുള്ളവർ ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഹാംസ്റ്റേഴ്സ് 2 അതുപോലെ ഗർബിൽസ് 3 പീസാണ് കൊടുക്കാനുള്ളത്. തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടിക്ക് അടുത്ത് പോട്ടയാണ് ലൊക്കേഷൻ വന്നിട്ടുള്ളത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്തായിട്ട് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് ഹിമാലയൻ കാറ്റാണ് സെയിലിന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ ബേപ്പൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. 8000 രൂപയാണ് ഈ കിറ്റൻ്റെ റേറ്റ് ചോദിക്കുന്നത്. ഹിമാലയൻ കിറ്റനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചാനലിലൂടെ സെയിൽ പോസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ നമ്പറേക്ക് വീഡിയോസ് വാട്സപ്പ് ചെയ്ത് തരാവുന്നതാണ്.
വീഡിയോ എടുക്കുമ്പോൾ ഇതേപോലെ മൊബൈൽ വട്ടത്തിൽ പിടിച്ചിട്ട് വീഡിയോ എടുക്കാൻ ശ്രമിക്കുക. മിനിമം 20 to 30 സെക്കൻഡുള്ള വീഡിയോസ് എടുത്ത് അയച്ചു തരാം. അതേപോലെ എൻ്റെ റേറ്റ്, പ്ലേസ്, ബ്രീഡിനെ കുറിച്ച് ഡീറ്റെയിലും അയച്ചു തരിക. അപ്പോൾ 14ാമതായിട്ട് നമുക്ക് സെയിലിന് വന്നിട്ടുള്ളത് ആഫ്രിക്കൻ ലവ് ബേഡുകളാണ്. ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് ആലപ്പുഴയാണ്. ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡയറക്റ്റ് ബ്രീഡറായിട്ട് കോൺടാക്ട് ചെയ്യുക. ഇതിന് 7 ജോഡി ബ്രീഡിംഗ് പെയറുകളുണ്ട്. 7 ജോഡി ഉണ്ട് ബ്രീഡിംഗ് പെയറുകളാണ് വന്നിരിക്കുന്നത്. ഒരു പെയറിന് 2000 രൂപയാണ് ചോദിക്കുന്നത്. പല വ്യത്യസ്തമായ ബ്രീഡുകളാണ് വന്നിരിക്കുന്നത്. ആഫ്രിക്കൻ ലവ് ബേഡിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറിന് ചോദിക്കുന്നത് 2000 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ബ്രീഡിംഗ് പെയറുകളൊക്കെ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡയറക്റ്റ് ആളായിട്ട് കോൺടാക്ട് ചെയ്യുക. റേറ്റും കാര്യങ്ങളൊക്കെ ബൾക്കായിട്ട് എടുക്കണമെങ്കിൽ റേറ്റ് ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ലൊക്കേഷൻ വന്നിട്ടുള്ളത് ആലപ്പുഴയാണ്. ലൊക്കേഷൻ വന്നിട്ടുള്ളത് 7 ബ്രീഡിംഗ് പെയർ കൊടുക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിൽ വീഡിയോ ചെയ്യുന്നതിൽ ഒരു 75% ആളുകൾക്കും സെയിൽ നടക്കുന്നുണ്ട്. അതിനെല്ലാത്തിനും കാരണം നമ്മുടെ സബ്സ്ക്രൈബേഴ്സാണ്. നമ്മുടെ വീഡിയോസൊക്കെ മാക്സിമം ഗ്രൂപ്പുകൾക്കും ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തും അതേപോലെ നിങ്ങളുള്ള നല്ല നല്ല കമൻറ്റുകൾ ചെയ്യുന്നതുകൊണ്ടാണ് സെയിൽ നടക്കുന്നത്. അതേപോലെ തന്നെ റേറ്റ് പറയുന്നത് നമ്മുടെ വീഡിയോ സെയിൽ ചെയ്യുന്ന ഐറ്റംസിൻ്റെ റേറ്റും നോർമൽ റേറ്റ് ആകുമ്പോൾ സെയിൽ നടക്കുന്നുള്ളൂ. നമ്മൾ കൊറോണ ടൈമിലെ റേറ്റൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സെയിൽ നടക്കില്ല. പെറ്റ്സിൻ്റെയൊക്കെ റേറ്റ് അത്യാവശ്യം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ റേറ്റ് നിങ്ങൾ പറയുമ്പോൾ നോക്കി പറയാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.